ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ അടുത്തുള്ള പാട്ടുകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ അറിയുവാനായി ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കാം. അപ്പം നമുക്ക് കഥയിലേക്ക് കടക്കാം. ദ്രൗപദി ദർശം ഭാഗം 43. രചന ഫൗസിയ നൗഷാദ്. ശിവയുടെ ഫോണിൽ നിന്ന് എടുത്ത നമ്പർ ട്രൂ കോളർ ചെയ്തു നോക്കി. സന്ദീപ് സുന്ദർ. ആ പേര് അവൻ്റെ സ്ക്രീനിൽ തെളിഞ്ഞു. ദർശ അത്ഭുതപ്പെട്ടു. ഇതാരാണ് പുതിയൊരാള്? ഇവള് പറഞ്ഞ കഥയിൽ ഇങ്ങനെ ഒരാളില്ലല്ലോ. ഒരിക്കൽ പോലും ഈ ഒരു പേര് അവളിൽ നിന്ന് കേട്ടിട്ടുമില്ല. ജാനുവിൻ്റെ നമ്പർ ഓൾറെഡി സേവ്ഡ് ആണ്. ഇത് പിന്നെ ആരാണ്? എന്നോട് പറയാതെ ഒളിച്ചു വെക്കാൻ മാത്രമുള്ള ഒരു ബന്ധം. ഈ ശിവാനി എന്താ ഇങ്ങനെ? മനസ്സിലാക്കാൻ ശ്രമിക്കും തോറും കൂടുതൽ നിഗൂഢതയായി അവൾ മാറുന്നു. ഒരുപാട് സത്യങ്ങൾ ഇഴചേർന്ന് കിടപ്പുണ്ട്. അതിൻ്റെ തുടക്കവും അവസാനവും എവിടെയായിരിക്കും? അവന് സംശയമായി. അവൾ എന്തൊക്കെയോ എന്നിൽ നിന്ന് മറയ്ക്കുന്നുണ്ട്. പക്ഷെ അതെന്താവും? ശിവാനി, നിന്നെ അങ്ങനെ വിടാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. നീ പറഞ്ഞ പ്രണയവും എല്ലാം ഞാൻ വിശ്വസിച്ചു. പക്ഷെ നിന്നെ പൂർണ്ണമായി വിശ്വസിക്കാൻ എനിക്കിപ്പോഴും പറ്റുന്നില്ല. നിന്നെക്കുറിച്ചുള്ള എല്ലാ സത്യങ്ങളും ഉടനെ തന്നെ ഞാൻ കണ്ടെത്തും, അവൻ തീരുമാനിച്ചു. അവൻ ഇടം കണ്ണിട്ട് നോക്കിയതും അവൾ ബെഡ്ഷീറ്റ് വിരിച്ച് കിടക്കുന്നതാണ് കണ്ടത്. കൂടുതൽ അകലങ്ങളിലേക്ക് പൊക്കോളൂ ശിവാനി. നീ എത്ര ദൂരേക്ക് പോകാൻ ശ്രമിച്ചാലും എന്നെ വിട്ടു പോവാൻ നിനക്കൊരിക്കലും കഴിയില്ല. ഈ ദർശിൻ്റെ മുഖം, മറ്റൊരു മുഖം നീ ഇനിയും കണ്ടിട്ടില്ല ശിവാനി. അവൻ നിഗൂഢമായ പുഞ്ചിരിയോടെ ലാപ്ടോപ്പ് ഓഫ് ചെയ്ത് ആ നമ്പർ വേഗം തന്നെ ശരത്തിന് സെൻഡ് ചെയ്തു. ഒപ്പം ഒരു ടെക്സ്റ്റ് മെസ്സേജും. ഐ വോണ്ട് കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഓഫ് ദിസ് പേഴ്സൺ. യെസ് സാർ, ഷുവർ. ഉടൻ തന്നെ അതിന് റിപ്ലൈയും വന്നു. അവൻ ഫോൺ ഓഫാക്കി സോഫയിൽ കിടന്നു. ശിവാനി അപ്പോഴേക്കും ഉറങ്ങിയിരുന്നു. അനവധി ചോദ്യങ്ങളും സംശയങ്ങളുമായി ദർശും എപ്പോഴോ ഉറങ്ങിപ്പോയിരുന്നു. ദർശാണ് ആദ്യമേ എഴുന്നേൽക്കുന്നത്. അവൾ അപ്പോഴും ഉറക്കമാണ്. കുറച്ച് കിടന്നോട്ടെ എന്ന് കരുതി അവൻ ഫ്രഷായി കമ്പനിയിൽ പോവാൻ റെഡിയായി. വന്നിട്ടും അവൾ എഴുന്നേറ്റില്ല എന്ന് കണ്ട് അവൻ ചെന്ന് അവളെ വിളിച്ചു. ശിവ, എന്തുറക്കമായത്? ഓഫീസിൽ പോവണ്ടേ? അവൻ്റെ തുടരെയുള്ള വിളി കേട്ട് അവൾ ഞെട്ടി ഉണർന്നു. അയ്യോ ഏട്ടാ, റെഡിയായോ? ഓഫീസിൽ പോവണം. ഞാൻ വേഗം റെഡിയാവട്ടെ. അവൾ ബാത്റൂമിലേക്ക് ഓടാൻ തുടങ്ങിയതും അവൻ വിളിച്ചു. ലേറ്റായി. ഇനി നീ റെഡിയായി വരുമ്പോൾ എന്തായാലും ലേറ്റാവും. ഒരു കാര്യം ചെയ്യ്, ഞാൻ പോവാ. നീ റെഡിയായി വന്നാൽ മതി. ഞാൻ ഡ്രൈവറെ അയക്കാം. ഏയ് വേണ്ട ഏട്ടാ, ഞാൻ ടാക്സി പിടിച്ചങ്ങ് വന്നോളാം. വേണ്ട, നിനക്ക് വയ്യാത്തതല്ലേ? എനിക്കെന്താ അസുഖം? നിനക്ക് വയറുവേദനയല്ലേ? ഓ, അതൊക്കെ മാറി. ഞാൻ ടാക്സി പിടിച്ചങ്ങ് വന്നോളാം. ആ ഡ്രൈവറെ എന്തിനാ ഇനി ബുദ്ധിമുട്ടിക്കുന്നത്? അവളുടെ പെരുമാറ്റത്തിൽ ദർശനെന്തോ പന്തികേട് തോന്നി. എന്നാ ശരി, ശിവ ടാക്സിയിൽ വന്നോളൂ. അല്ല, ഏട്ടൻ പോവാണോ? നിനക്ക് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി തരാം. വേണ്ട, ഞാൻ ക്യാൻറ്റീനിൽ നിന്ന് കഴിച്ചോളാം. ഇനി സമയമില്ല, ഞാൻ പോകട്ടെ. അവൾ യാത്ര പറഞ്ഞിറങ്ങി. അവൾ വേഗം തന്നെ റെഡിയായി. ഡാഡ് അയച്ചു തന്ന ലൊക്കേഷൻ നോക്കിയ ശേഷം ടാക്സി പിടിച്ച് അവിടേക്കെത്തി. ഒരു ലക്ഷറി ഫ്ലാറ്റിലായിരുന്നു അദ്ദേഹം താമസിച്ചിരുന്നത്. അവൾ ആരും കാണുന്നില്ല എന്ന് ഉറപ്പുവരുത്തി ബെല്ലമർത്തി. അല്പസമയത്തിനുള്ളിൽ അദ്ദേഹം വന്ന് വാതിൽ തുറന്നു. അപ്രതീക്ഷിതമായി അവളെ അവിടെ കണ്ടതും സന്ദീപിന് സന്തോഷമായി. അദ്ദേഹം അവളെ കെട്ടിപ്പിടിച്ചു. മോളെ, ഡാഡ്, എത്ര നാളായി നിന്നെ കണ്ടിട്ട്? സുഖാണോടി മോളെ നിനക്ക്? അവളുമായി അകത്തേക്ക് കയറുമ്പോൾ അദ്ദേഹം ചോദിച്ചു. പിന്നല്ലാതെ സുഖ. ഡാഡിനെ കണ്ടില്ലേ? ഞാൻ തടിച്ചില്ലേ? സ്ട്രോങ് ആയില്ലേ? അവൾ സന്തോഷത്തോടെ ചോദിച്ചു. ഓ പിന്നെ, അങ്ങ് തടിച്ചു കൊഴുത്തു. ഒന്ന് പോടി. ഞാൻ അമേരിക്കൻ നിന്ന് പറഞ്ഞു വിടുമ്പോൾ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല എൻ്റെ കുട്ടി. നന്നായിരുന്നതാ. ഇപ്പോൾ നാടൻ ലുക്കും ആകെ മോശപ്പെട്ടു. നിന്റെ ദർശിൻ്റെ കാര്യം നോക്കുന്നതിനിടയ്ക്ക് നിന്റെ ഹെൽത്ത് കൂടി ഒന്ന് ശ്രദ്ധിച്ചൂടെ മോളെ? എൻ്റെ പൊന്ന് ഡാഡി എപ്പോഴാണ് ഞാൻ നന്നായെന്ന് പറയാറ്? ഞാൻ ഇപ്പോഴും ആ പഴയ ശിവാനി തന്നെയാ. അധികം മാറ്റമൊന്നുമില്ല. പിന്നെ ദേവേട്ടൻ, പുള്ളി ഞാൻ നോക്കേണ്ട കാര്യമില്ല ഡാഡ്. ഒരുവിധം എല്ലാം തനിയെ ചെയ്തോളും. ദേവേട്ടൻ പാവമാ, എന്നെ അങ്ങനെ ഡിസ്റ്റർബ് ചെയ്യാറില്ല. അല്ലെങ്കിലും ദേവനെക്കുറിച്ച് പറയുമ്പോൾ എൻ്റെ മോക്ക് 100 നാവാ. എന്നെ വിളിക്കാതെ വിവാഹവും കഴിച്ചു. എന്നെ കൊണ്ടൊന്നും പറയിക്കേണ്ട നീ, അദ്ദേഹം പരിഭവം പറഞ്ഞു. അവൾ അദ്ദേഹത്തിൻ്റെ കഴുത്തിൽ കൈ ചേർത്തു. ഡാഡ്, എനിക്കറിയാം അതിൽ ഡാഡിക്ക് നല്ല വിഷമമുണ്ടെന്ന്. പക്ഷേ എനിക്ക് വേറെ വഴിയില്ലായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ സാഹചര്യങ്ങൾ. എനിക്ക് അങ്ങനെ ചെയ്യേണ്ടി വന്നു. ബട്ട് ഡാഡിയുടെ മോളിപ്പോൾ ഒരുപാട് ഹാപ്പിയാ. ഓക്കെ, അത് മതി എനിക്ക്. എവിടെ ആയാലും ആരുടെ ഒപ്പം ആയിരുന്നാലും നിൻ്റെ സന്തോഷമാണ് എനിക്ക് വലുത്. എങ്ങനെ ഡാഡ് എന്നെ ഇങ്ങനെ സ്നേഹിക്കാൻ പറ്റുന്നത്? എന്താ സ്നേഹിച്ചാൽ? എനിക്ക് സ്നേഹിക്കാൻ വേറെ മക്കളുണ്ടോ? നീ ഒറ്റ ഒരാളല്ലേ ഉള്ളൂ എനിക്ക്. അവൾ അദ്ദേഹത്തിന് ഉമ്മ നൽകി. ഇരിക്ക്, ഞാൻ കുടിക്കാൻ എടുക്കാം. വേണ്ട, എനിക്കൊന്നും വേണ്ട. വേഗം പോകണം. ദേവേട്ടൻ അറിയാതെ വന്നതാ. നിൽക്ക്, എത്ര ദിവസം കഴിഞ്ഞാൽ ഞാൻ എൻ്റെ മോളെ കാണുന്നത്? ഞാൻ കുടിക്കാൻ എടുക്കാം. വേണ്ട ഡാഡ്, ഇരിക്കടേ അവിടെ. അദ്ദേഹം അകത്തേക്ക് പോയി. ഒരു ഗ്ലാസ് ഓറഞ്ച് ജ്യൂസുമായി തിരികെ വന്നു. അപ്പോഴേക്കും അവൾ ഫ്ലാറ്റ് മുഴുവൻ നടന്നു കണ്ടു. അവൾക്കത് ഒരുപാട് ഇഷ്ടമായി. ചുവരിലൊക്കെ അവളുടെ അമേരിക്കയിൽ വെച്ചെടുത്ത മോഡേൺ ഡ്രസ്സിലുള്ള ഫോട്ടോസും രണ്ടാളും ഒരുമിച്ചുള്ള ഫോട്ടോസും ഒക്കെ വെച്ചിട്ടുണ്ട്. ആകെ മനോഹരമായി അലങ്കരിച്ചിട്ടുമുണ്ട്. എന്തു സ്നേഹമാ ദൈവമേ! ഇങ്ങനെ ഒരു മനുഷ്യന് മറ്റൊരാളെ സ്നേഹിക്കാൻ കഴിയുമോ?
കഴിഞ്ഞ ജന്മത്തിൽ ഇദ്ദേഹം ശരിക്കും എൻ്റെ അച്ഛനായിരുന്നോ? അവൾക്ക് അദ്ദേഹം ജ്യൂസ് നൽകി. അവൾ അത് വാങ്ങി കുടിക്കാൻ നേരം ഒരു കിറ്റ് നീട്ടി. ദേ, ഇതാ നീ ചോദിച്ച ക്യാമറ. ഇത് നിന്റെ ഫോണിൽ കണക്ട് ചെയ്യണം. വയർലെസ് ആണ്, പെട്ടെന്ന് കണ്ടുപിടിക്കില്ല. ഏതെങ്കിലും സാധനത്തിൻ്റെ ഇടയ്ക്ക് വെച്ചാൽ മതി. പിന്നെ ആവശ്യം കഴിഞ്ഞ ഉടനെ എടുത്തേക്കണം കേട്ടോ. ഓക്കെ ഡാഡ്. സൂക്ഷിക്കണം. ആ കീ കണ്ടുപിടിക്കണം. ഷെൽഫ് നോക്കണം. ആ പേപ്പേഴ്സ് അതിലുണ്ടാവും, ഉറപ്പ്. തീർച്ചയായും ഉടനെ തന്നെ എല്ലാം ശരിയാവും ഡാഡ്. എൻ്റെ ദേവേട്ടന് ഓർമ്മയും കിട്ടും. ഞങ്ങൾ ഒരുമിച്ചുള്ള ലൈഫും തുടങ്ങും. അവൾ ദർശിൻ്റെ കാര്യങ്ങളെല്ലാം തന്നെ അദ്ദേഹത്തോട് പറഞ്ഞു. അദ്ദേഹം സമാധാനത്തോടെ കേട്ടു. അവന് നിന്നോട് ശരിക്കും ഇഷ്ടമാണ് മോളെ. നിങ്ങളുടെ പാസ്റ്റ് അറിഞ്ഞാലും അവൻ നിന്നെ കൂടുതൽ സ്നേഹിക്കുകയേ ഉള്ളൂ. ഒരിക്കലും നിന്നെ വെറുക്കില്ല. നീ പറഞ്ഞത് വെച്ച് അവന് നീ എന്നാ ജീവനാ. സോ വൈ ആർ യു വെയിറ്റിംഗ് ടു സ്റ്റാർട്ട് എ ന്യൂ ലൈഫ്? നീ ജീവിക്കും മോളെ. എൻ്റെ പ്രിയയോടൊപ്പം കുറച്ചു കാലം എനിക്ക് ജീവിക്കാൻ കഴിഞ്ഞുള്ളൂ. പക്ഷേ അവൾ കൂടെയുള്ള സമയം എൻ്റെ ജീവിതം സ്വർഗമായിരുന്നു. ഇപ്പോഴും അവളെ ഞാൻ ഒരുപാട് മിസ്സ് ചെയ്യുന്നുണ്ട്. ഞാൻ പ്രോജക്റ്റിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി പോകുന്നത് കൊണ്ട് അവളോട് അധികം സ്പെൻഡ് ചെയ്തിട്ടില്ല. കൂടെയുള്ള മനുഷ്യരുടെ വില അറിയണമെങ്കിൽ അവർ നഷ്ടപ്പെടണം മോളെ. എൻ്റെ മോക്ക് അങ്ങനൊരു ഗതി ഒരിക്കലും വരരുത്. ദൈവം നിന്നെ സ്നേഹിക്കുന്നുണ്ട്. നിങ്ങൾ ഒരുമിച്ച് ജീവിക്കണം. എനിക്ക് നിന്നെ ഒരു കുടുംബമായി കാണണം മോളെ. എൻ്റെ മക്കളും ചെറുമക്കളും ഒക്കെ. ഓ, ഒരു അപ്പൂപ്പനായിട്ട് വേണം എനിക്ക് മരിക്കാൻ, അദ്ദേഹം ചിരിയോടെ പറഞ്ഞു. അയ്യടാ, എൻ്റെ ഡാഡ് അങ്ങനെ ഇപ്പോൾ മരിക്കണ്ട കേട്ടോ. പതി അപ്പൂപ്പനായാൽ മതി. അവൾ പറഞ്ഞത് കേട്ട് അദ്ദേഹം ചിരിച്ചു. അയ്യോ ഡാഡ്, സമയം ഒരുപാടായി. ഓഫീസിൽ പോവണം. ഞാൻ ഇറങ്ങട്ടെ, പിന്നെ വരാം. ഓക്കെ മോളു, വരണേ. എപ്പോൾ വേണമെങ്കിലും നിനക്കെൻ്റെ അടുത്തേക്ക് വരാം. ഞാൻ ഡ്രൈവറെ അയക്കാം. ടാക്സി പിടിക്കണ്ട. അദ്ദേഹം തൻ്റെ പേഴ്സണൽ ഡ്രൈവറെ അറേഞ്ച് ചെയ്തു. അവൾ യാത്ര പറഞ്ഞ് കാറിൽ കയറി നേരെ വീട്ടിലിറങ്ങി. അവൾ വീട്ടിലെത്തിയ ഉടനെ ദർശിൻ്റെ ഫോണിലേക്ക് കോൾ വന്നു. സാർ, മാഡം വീട്ടിലെത്തിയിട്ടുണ്ട്. അവൾ എവിടേക്കാ പോയത്? നമ്മുടെ ടൗണിലെ ഒരു ലക്ഷറി ഫ്ലാറ്റിലേക്ക്. ഫ്ലാറ്റോ? ആരുടെ? അവൻ അത്ഭുതപ്പെട്ടു. സാർ, ഇന്നലെ പറഞ്ഞില്ലേ സന്ദീപ് സുന്ദർ, അദ്ദേഹത്തിൻ്റെ ഫ്ലാറ്റാണത്. ഇൻ്റർനാഷണൽ പ്രൊജക്റ്റ് മാനേജറാണ് മിസ്റ്റർ സന്ദീപ് സുന്ദർ. ഒരുപാട് സ്വത്തും സമ്പാദ്യമുള്ള ഒരാളാണ്. ഈ ഫ്ലാറ്റും അദ്ദേഹം വാങ്ങിയിട്ട് 6 months ആവുന്നുള്ളൂ. ആ സമയത്ത് ഇതിൻ്റെ പ്രൈസ് കാരണം വാങ്ങാൻ വന്ന പല പ്രമുഖരും വാങ്ങാതെ പോയി. ശരത്, എനിക്ക് ഫ്ലാറ്റ് ഡീറ്റെയിൽസ് അല്ല വേണ്ടത്. ഹൂ ഈസ് സന്ദീപ് സുന്ദർ? അവന് ദേഷ്യം വന്നു തുടങ്ങിയിരുന്നു. സോറി സർ, ഞാൻ പറഞ്ഞില്ലേ സന്ദീപ് സുന്ദർ, അദ്ദേഹത്തിൻ്റെ ശരിക്കുള്ള ഹോം ഇതല്ല, തമിഴ്നാടാണ്. പിന്നെ ഇൻ്റർനാഷണൽ പ്രൊജക്റ്റ് മാനേജർ ആയതുകൊണ്ട് തന്നെ പല രാജ്യങ്ങളിൽ സഞ്ചരിക്കേണ്ടി വരുന്നു. കൂടുതൽ എബ്രോഡാണ്. വൈഫ് പ്രിയ. മാരേജ് കഴിഞ്ഞ് 2-3 വർഷത്തിനുള്ളിൽ അവർ മരിച്ചു. ക്യാൻസർ ആയിരുന്നു. കുട്ടികളൊന്നുമില്ല അവർക്ക്. ബന്ധം സ്വന്തം എന്നൊന്നും പറയാൻ ആരുമില്ല ഈ സന്ദീപിന്. വലിയൊരു വീടും ഫ്ലാറ്റും അദ്ദേഹത്തിന് നാട്ടിലുണ്ട്. ഓക്കെ, ബട്ട് ശിവാനിയുടെ ആരാണ് അയാൾ? അതാണ് എനിക്ക് അറിയേണ്ടത്. ദർശ് അക്ഷമനായി. അതറിയാൻ സാറ് കുറച്ചുകൂടി വെയിറ്റ് ചെയ്യണം. ചുരുങ്ങിയ സമയത്തിനുള്ളിലാണ് ഞാൻ ഇത്രയും സംഘടിപ്പിച്ചത്. ഞാനിപ്പോൾ ബാലരാമപുരത്താണ്. മാഡത്തിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് കിട്ടി, ബട്ട് കംപ്ലീറ്റ് അല്ല. കുറച്ചുകൂടി കാര്യങ്ങൾ അറിയാനുണ്ട്. ഒരു സിങ്ക് വരുന്നില്ല. 1 week കൂടി സാർ എനിക്ക് തരണം. മാഡത്തിൻ്റെ കഥയിലെ ആ കഥാപാത്രത്തെ ഞാൻ കണ്ടെത്തി തരാം. ഓക്കെ. അവൻ അസ്വസ്ഥമായി ഫോൺ വെച്ചു. ഒറ്റയ്ക്ക്, അതും എന്നോട് മറച്ചു വെച്ച് അയാളുടെ ഫ്ലാറ്റിലേക്ക് പോകണമെങ്കിൽ അയാളുമായി ചെറിയ ബന്ധമല്ല ശിവാനിക്കുള്ളത്. പക്ഷെ എന്തിന് എന്നോട് മറച്ചു വെച്ച് പോകുന്നത്? എന്തിനാണ്? അവൾ എന്താ എന്നോടൊന്നും ഷെയർ ചെയ്യാത്തത്? അവളുടെ ലൈഫിൽ അപ്പോൾ അത്ര സ്ഥാനമേ എനിക്കുള്ളൂ എന്നല്ലേ അതിനർത്ഥം? അഴിക്കാൻ ശ്രമിക്കും തോറും നീ കുരുക്ക് മുറുക്കുകയാണല്ലോ മോളെ. ഇനി എന്നെക്കാൾ അയാൾക്ക് പണം ഉണ്ടായത് കൊണ്ടാണോ നീ എന്നെ ചതിച്ചു പോകുന്നത്? നീ എന്തൊക്കെ പൊട്ടിത്തരങ്ങളാ ദർശ് ഈ ചിന്തിച്ചു കൂട്ടുന്നത്? ആദ്യം ഡീറ്റെയിൽസ് അറിയട്ടെ, എന്നിട്ട് മതി ബാക്കി. അപ്പോഴേക്കും അവൻ്റെ ഫോൺ റിങ് ചെയ്തു. ശിവ കോളിംഗ്. തുടരും. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ കഥ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. നന്ദി.